പഠിക്കാൻ മനസ്സ് വരുന്നില്ല. പഠിക്കാൻ ഇരിക്കുമ്പോഴൊക്കെയും ഉറക്കം വരുന്നു. ദിവസം മുഴുവൻ പഠിച്ച് ജീവിതം പാഴാക്കുന്നു എന്ന് വരെ തോന്നിപ്പോകുന്നു. മൊബൈൽ ഉപയോഗിക്കാൻ തോന്നുന്നു, റീൽസ് കാണാൻ തോന്നുന്നു, കൂട്ടുകാരുമൊത്ത് ഗെയിം കളിക്കാൻ തോന്നുന്നു. പഠിക്കാതിരുന്നാൽ എല്ലാ നിമിഷവും ഓരോ ചിന്തകളാണ്. ഈ പഠനമൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? ഇന്നത്തെ കാലത്ത് സ്കില്ലല്ലേ എല്ലാവരും നോക്കുന്നത്. ബിസിനസ് ചെയ്യാതെ ഇക്കാലത്ത് പഠിച്ചുകൊണ്ടിരുന്നിട്ട് രക്ഷയില്ല. എന്നാലും ഈ ടോപ്പേഴ്സ് ഒക്കെ എങ്ങനെയാണ് ഇത്രയും പഠിക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് ഇത്രയും മാർക്ക് ലഭിക്കുന്നത്? അവരുടെ മെമ്മറി എങ്ങനെയാണ് ഇത്ര ഷാർപ്പായത്? എങ്ങനെയാണ് നിനക്ക് പഠിച്ചിട്ടും തലയിൽ കയറാത്ത വിഷയങ്ങൾ ചില വിദ്യാർത്ഥികൾ 90-100% മാർക്ക് വാങ്ങിക്കുന്നത്? നിന്നിലില്ലാത്ത എന്ത് കാര്യമാണ് അവരിലുള്ളത്? ഇതിനുള്ള ഉത്തരം നീയാണ് പറയേണ്ടത്. നീ ചെയ്യാത്ത എന്ത് കാര്യമാണ് അവർ ചെയ്യുന്നത്? നീയും അവരും ഈ ഭൂമിയിലോട്ട് വന്നത് ഒരുപോലെ തന്നെയല്ലേ? ഇതിനെപ്പറ്റി എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്നാഴത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരം ലഭിക്കും. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം, നീയും ഒരു ക്ലാസ് ടോപ്പറും തമ്മിൽ ബയോളജിക്കലി ഒരു വ്യത്യാസവുമില്ല. നിങ്ങളുടെ ശരീരം അവരെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നീയും ഉറങ്ങുന്നത് പോലെ തന്നെയാണ് ഒരു ക്ലാസ് ടോപ്പറും ഉറങ്ങുന്നത്. നീ മൊബൈൽ ഉപയോഗിക്കുന്നു, അവനും മൊബൈൽ ഉപയോഗിക്കുന്നു. അവരുടെ അടുത്തും അതേ സിലബസ് ആണ്, അതേ ടീച്ചേഴ്സ് ആണ്, അതേ സമയമാണ്. നിന്നെ പോലെ തന്നെ അവനും പകലും രാത്രിയുമുണ്ട്. പിന്നെ എന്താണ് നീയും അവനും തമ്മിലുള്ള വ്യത്യാസം? ആ വ്യത്യാസം തീരെ ചെറുതാണ്. ടൈമും പ്രയോറിറ്റിയും അഥവാ സമയവും മുൻഗണനയുമാണ് നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. എന്തൊക്കെ കാര്യങ്ങൾക്ക് എത്ര സമയം വീതം നൽകണം ഒരു ക്ലാസ് ടോപ്പറിന് കൃത്യമായ ബോധ്യമുണ്ടാകും. ഉദാഹരണത്തിന്, അവർ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്നും എന്തെങ്കിലും ഡിസ്ട്രാക്ട് ചെയ്യുന്ന പോലെ തോന്നിയാൽ അവർ നിർത്തി പ്രധാനപ്പെട്ട കാര്യം ആദ്യം ചെയ്തു തീർക്കും. അതിനുശേഷം മാത്രമേ അവർ തന്റെ മൊബൈൽ മെസ്സേജ് ചെക്ക് ചെയ്യുകയുള്ളൂ. കൂട്ടുകാരെ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. എങ്കിൽ രണ്ടാമത്തെ എന്ത് കാര്യമാകും നിങ്ങളൊരു ടോപ്പർ ആക്കുന്നതിൽ നിന്നും തടയുന്നത്? എന്നാൽ രണ്ടാമത്തെ എന്ത് കാര്യമാകും നിങ്ങളെ ഒരു ടോപ്പർ ആക്കുന്നതിൽ നിന്നും തടയുന്നത്? നിങ്ങളുടെ ലക്ഷ്യം പഠിച്ച് നല്ല മാർക്ക് വാങ്ങാനായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു ടോപ്പറിന്റെ ലക്ഷ്യം പഠനം മാത്രമായിരിക്കില്ല. അവർക്ക് മറ്റൊരു വലിയ ലക്ഷ്യം കാണും. അവർക്ക് പഠനം എന്നത് അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനുള്ള വെറുമൊരു മാധ്യമം മാത്രമാണ്. ഇതുകൊണ്ടാണ് അവർ പഠിക്കുമ്പോൾ ഉറക്കം വരാത്തത്. കാരണം അവർക്കറിയാം, അവർ വെറുതെ ഒരു പേരിന് വേണ്ടി മാത്രം പഠിക്കുന്നതല്ല, ഒരു ഉയർന്ന ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയാണ് അവർ പഠിക്കുന്നത്. ഈ കാര്യമാണ് അവർക്ക് പഠിക്കാനുള്ള ശക്തി നൽകുന്നത്. ഇനി എന്താണ് ഒരു ടോപ്പറും ആവറേജ് സ്റ്റുഡന്റും തമ്മിലുള്ള വ്യത്യാസം? അവരൊരിക്കലും ഒരു കാര്യവും കാണാപ്പാഠം പഠിക്കില്ല. എല്ലാത്തിന്റെയും കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്രമേ അവർ പഠിക്കാറുള്ളൂ. അതെല്ലാം അവർ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്ത് നോക്കും. അതുകൊണ്ടാണ് അവർ ഒന്നും മറക്കാത്തത്. ഉദാഹരണം, നിങ്ങളുടെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാൻ. കറണ്ട് പോയതിനു ശേഷം എത്ര നേരം കഴിഞ്ഞാണ് അതിന്റെ ചലനം നിൽക്കുന്നത്? എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൽ തന്നെ ആ ഫാനിന്റെ സ്പീഡ് പകുതി സ്റ്റെപ്പിൽ ഇട്ടിട്ട് അത് എത്ര നേരം കൊണ്ട് നിൽക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ റൂമിൽ കത്തി നിൽക്കുന്ന ട്യൂബ് ലൈറ്റ് 1 മണിക്കൂർ എത്ര യൂണിറ്റ് കറണ്ട് എടുക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതൊക്കെ ചിന്തിച്ചിരുന്നെങ്കിൽ എക്സാമിന് ഒരിക്കലും പവർ കൺസപ്ഷന്റെ ചോദ്യത്തിന് തെറ്റ് വരുത്തില്ലായിരുന്നു. ഇതാണ് ഒരു ടോപ്പറിനെ ആവറേജ് സ്റ്റുഡന്റിനെ വ്യത്യസ്തമാക്കുന്നത്. കാണാപാഠം പഠിച്ചാൽ പഠിച്ചതൊക്കെ തൊട്ടടുത്ത ക്ലാസ്സിൽ തന്നെ മറന്നുപോകും. പക്ഷെ കോൺസെപ്റ്റ് മനസ്സിലാക്കി തലയിൽ ഇരുത്തി പഠിച്ചാൽ പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ പലയിടങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓർക്കുക കൂട്ടുകാരെ, ഏതൊക്കെ രാത്രികളാണോ നിങ്ങൾ ഉറക്കമൊഴിച്ചിരുന്നത് പഠിച്ചത്, നാളെ നിങ്ങൾക്ക് മികച്ചൊരു ഭാവി സൃഷ്ടിക്കാൻ പോകുന്നത് ആ രാത്രികളായിരിക്കും. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി പരിശ്രമിക്കുക. സോ ബിലീവ് യുവർ സെൽഫ്. സ്വന്തം കഠിനാധ്വാനത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ വിജയം നിശ്ചിതമാണ്. നമുക്ക് ഒന്നിച്ചു മുന്നേറാം.